ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 51. യൂദാ തദേവൂസ് ബെത്സയിദായിൽ വച്ച് ഈശോയെ കാനായിലെ കല്യാണ വിരുന്നിന് ക്ഷണിക്കുന്നു. പത്രോസിൻ്റെ വീടിൻ്റെ അടുക്കള ഞാൻ കാണുന്നു. അവിടെ ഈശോയെ കൂടാതെ പത്രോസും അവൻ്റെ ഭാര്യയുമുണ്ട്. ജെയിംസും ജോണും ഉണ്ട്. അവർ അത്താഴമുണ്ട് കഴിഞ്ഞതേയുള്ളൂ എന്ന് തോന്നുന്നു. അവർ സംസാരിക്കുകയാണ്. മീൻപിടുത്തം സംബന്ധിച്ച കാര്യങ്ങളിൽ ഈശോ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നു. ആൻഡ്രൂ അടുക്കളയിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, ഗുരു, അങ്ങ് താമസിക്കുന്ന വീടിൻ്റെ ഉടമസ്ഥനും വകയിൽ അങ്ങയുടെ സഹോദരനാണ് എന്ന് അവകാശപ്പെടുന്ന വേറൊരാളും കൂടെ വന്നിട്ടുണ്ട്. ഈശോ എഴുന്നേറ്റ് വാതിൽക്കലേക്ക് പോയി, അകത്തേക്ക് വരൂ എന്ന് പറയുന്നു. അടുപ്പിലെ തീയുടെയും എണ്ണവിളക്കിൻ്റെയും വെളിച്ചത്തിൽ യൂദാ തദേവൂസിനെ കണ്ടപ്പോൾ ആശ്ചര്യപൂർവ്വം ഈശോ പറഞ്ഞു, ഇതാര്, യൂദായോ? അതെ, അവർ പരസ്പരം ചുംബിച്ചു. യൂദാ തദേവൂസ് ലക്ഷണമൊത്ത ഒരു ചെറുപ്പക്കാരനാണ്. പൗരുഷം തുളുമ്പി നിൽക്കുന്നു. ഈശോയുടെ അത്രയും ഇല്ലെങ്കിലും നല്ല പൊക്കം, അരോഗദൃഢഗാത്രൻ, നിറം ഇരുണ്ട ഒലിവെണ്ണയുടേതാണ്. വിശുദ്ധ ജോസഫ് ചെറുപ്പത്തിൽ ഇവനെപ്പോലിരുന്നു. ജോസഫ് കുറെ കൂടി മെലിഞ്ഞിട്ടായിരുന്നു. യൂദായുടെ കണ്ണുകൾ ഈശോയുടെ കണ്ണുകൾ പോലെ നീലയാണ്. ചെമ്പിച്ച മീശ ചതുരത്തിൽ മുറിച്ചിരിക്കുന്നു. മുടി അല്പം ചുരുണ്ടതാണ്. ഈശോയുടെ മുടി അതിലും ചുരുണ്ടതാണ്. മുടിയും മീശയും ഒരു നിറമാണ്. ഞാൻ കഫർനാമിൽ നിന്നാണ് വരുന്നത്. അവിടെ ബോട്ടിൽ പോയി. സമയം ലാഭിക്കാൻ ആ ബോട്ടിൽ തന്നെ ഇങ്ങോട്ടും പോന്നു. നിന്റെ അമ്മ എന്നെ അയച്ചിരിക്കുകയാണ്. അവൾ പറയുന്നു, നാളെ സൂസന്നായുടെ കല്യാണമാണ്, കല്യാണത്തിന് വരണം. മേരി അവിടെ കാണും. എൻ്റെ അമ്മയും സഹോദരന്മാരും കാണും. ബന്ധുക്കളെയെല്ലാം ക്ഷണിച്ചിട്ടുണ്ട്. നീ വന്ന് വധൂവരന്മാരെ സന്തുഷ്ടരാക്കണമെന്ന് അവരെല്ലാവരും ആവശ്യപ്പെടുന്നു. വന്നില്ലെങ്കിൽ നീ മാത്രമായിരിക്കും വരാതിരിക്കുന്നത്. തല അല്പം കുനിച്ച് കൈകൾ നീട്ടിപ്പിടിച്ച് ഈശോ പറഞ്ഞു, അമ്മയുടെ ആഗ്രഹം എനിക്ക് ആജ്ഞയാണ്. സൂസന്നായോടും നമ്മുടെ ബന്ധുക്കളോടുമുള്ള കടപ്പാടോർത്തിട്ടും ഞാൻ കല്യാണത്തിന് വരും. പത്രോസിനെയും കൂടെയുള്ളവരെയും നോക്കിയിട്ട് ഈശോ പറഞ്ഞു, ഇവർ എൻ്റെ കൂട്ടുകാരാണ്. ഈശോ എല്ലാവരുടെയും പേര് എടുത്തു പറഞ്ഞു. ആദ്യം പത്രോസിൻ്റേത്. ജോണിൻ്റെ പേര് പറഞ്ഞപ്പോൾ ഇതാണ് ജോൺ എന്ന് പ്രത്യേക രീതിയിൽ പറഞ്ഞു. യൂദാ ജോണിനെ സൂക്ഷിച്ചു നോക്കി. ജോണിൻ്റെ മുഖം ലജ്ജ കൊണ്ട് ചുവന്നു. പരിചയപ്പെടുത്തൽ കഴിഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, ഇതാണ് യൂദാ. ലോകത്തിൻ്റെ രീതി അനുസരിച്ച് ഇവൻ എൻ്റെ സഹോദരനാണ്. എൻ്റെ അമ്മയുടെ ഭർത്താവിൻ്റെ സഹോദരനായ അൽഫേയൂസിൻ്റെ മകൻ. എൻ്റെ ഉറ്റ ചങ്ങാതിയാണ്. ജീവിതത്തിലും പണിപ്പുരയിലും എൻ്റെ കൂട്ടുകാരൻ. ഗുരുവിനെ എന്ന പോലെ നിന്നെയും ഈ വീട്ടിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇരിക്കൂ എന്ന് പത്രോസ് പറഞ്ഞു. പത്രോസ് ഈശോയോട് ചോദിച്ചു, അപ്പോൾ അങ്ങയുടെ കൂടെ ജെറുസലത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്നില്ലേ? തീർച്ചയായും ഉണ്ട്. ഈ കല്യാണ വിരുന്ന് കഴിഞ്ഞേ ഞാൻ പോകുന്നുള്ളൂ. ചെറിയൊരു വ്യത്യാസം മാത്രം. ഇനി നസ്രസിൽ ഞാൻ തങ്ങുകയില്ല. അത് മതി, തങ്ങേണ്ട ആവശ്യമില്ല. നിന്റെ അമ്മ കുറച്ച് ദിവസമായി ഞങ്ങളുടെ വീട്ടിലാണ്. വിവാഹ ആഘോഷം കഴിഞ്ഞ് അങ്ങോട്ട് മടങ്ങി വരും. കഫർനാമിൽ നിന്ന് വന്ന ആളാണ് ഇങ്ങനെ പറഞ്ഞത്. യൂദായുടെ വള്ളത്തിൽ ഞാനിപ്പോൾ തിബേരിയാസിലേക്ക് പോകും. അവിടെ നിന്ന് കാനായിലേക്ക്. കാനായിൽ നിന്ന് അതേ വള്ളത്തിൽ തന്നെ മടങ്ങി വരും. നീയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അടുത്ത സാബത്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം ശിമിയോൻ വരട്ടെ. എൻ്റെ കൂടെ ജെറുസലത്തേക്ക് വരാൻ ഇപ്പോഴും താല്പര്യമുണ്ടെങ്കിൽ പെസഹായ്ക്ക് നമുക്കൊന്നിച്ചു പോകാം. എനിക്ക് തീർച്ചയായും ജെറുസലേമിൽ വരണം. സാബത്ത് ദിവസം തന്നെ ഞാൻ വരും, അങ്ങ് സിനഗോഗിൽ നടത്തുന്ന പ്രഭാഷണം കേൾക്കാൻ. നീ പഠിപ്പിച്ചു തുടങ്ങിയോ? തദേവൂസ് ചോദിച്ചു. തുടങ്ങി. ഈശോയുടെ വാക്കുകൾ, അത് കേൾക്കേണ്ടത് തന്നെയാണ്. ഇതുപോലെ സംസാരിക്കാൻ ആർക്കും കഴിയുകയില്ല, പത്രോസ് പറഞ്ഞു. യൂദാ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. കാൽമുട്ടിൽ കൈമുട്ടുകളും വച്ച് കയ്യിൽ തല താങ്ങിയിരിക്കുന്ന യൂദാ ഈശോയെ സൂക്ഷിച്ചു നോക്കി വീണ്ടും നിശ്വസിക്കുന്നു. സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ ധൈര്യപ്പെടുന്നില്ല. ഈശോ അവനോട് ചോദിച്ചു, എന്താണ് സംഗതി? എന്തിനാണ് നീ എന്നെ നോക്കി നെടുവീർപ്പിടുന്നത്? ഓ, ഒന്നുമില്ല. എന്തെങ്കിലും കാണും. നിന്റെ ചങ്ങാതിയായ ഈശോ തന്നെയല്ലേ ഞാൻ.
എന്നോട് പറയരുതാത്ത രഹസ്യങ്ങളൊന്നും നിനക്കില്ലായിരുന്നല്ലോ. നീ എൻ്റെ പണ്ടത്തെ ചങ്ങാതി തന്നെ. നിന്നേക്കാൾ പ്രായം എനിക്കാണെങ്കിലും നീ എൻ്റെ ഗുരുവായിരുന്നു. നീ നാട്ടിൽ നിന്ന് പോയതിൽ പിന്നെ നിന്നെ കാണാഞ്ഞ് ഞാൻ വിഷമിക്കുകയാണ്. എന്നാൽ സംഗതി എന്താണെന്ന് പറയൂ. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ്. നീ സൂക്ഷിക്കണം. നിനക്കൊരമ്മയുണ്ട്. അവൾക്ക് നീ അല്ലാതെ വേറെ ആരുമില്ല. മറ്റ് റബ്ബുകളിൽ നിന്നും വ്യത്യസ്തനായ ഒരു റബ്ബിയാകാനാണ് നീ ശ്രമിക്കുന്നത്. സമൂഹത്തിൽ സ്വാധീനമുള്ള ഒരു വിഭാഗം ആളുകൾ അവർ ഏർപ്പെടുത്തിയിട്ടുള്ള ആചാരങ്ങളും ചട്ടങ്ങളുമല്ലാതെ വേറെ യാതൊന്നും പ്രചരിപ്പിക്കാൻ അനുവദിക്കില്ല. ഇക്കാര്യം എന്നേക്കാൾ നന്നായി നിനക്കറിയാം. നിന്റെ ചിന്താഗതി ഞാൻ മനസ്സിലാക്കുന്നു. അത് പരിശുദ്ധമായ ഒന്നാണ്. പക്ഷേ ലോകം പരിശുദ്ധമല്ല. പുണ്യവാന്മാരെ പീഡിപ്പിക്കുകയാണ് ലോകം ചെയ്യുന്നത്. എൻ്റെ ബന്ധത്തിൽപ്പെട്ട സ്നാപകൻ എന്തു പറ്റിയെന്ന് നിനക്കറിയാമല്ലോ. അവൻ ഇപ്പോൾ ജയിലിലാണ്. ദുഷ്ടനായ ആ ഭരണാധിപൻ യോഹന്നാനെ ഇനിയും കൊന്നിട്ടില്ലെങ്കിൽ അത് ജനങ്ങളെ ഭയന്നിട്ടാണ്. അതുപോലെ ദേവകോപം ഭയന്നും. ആ ഭരണാധികാരി ദുഷ്ടനും അന്ധവിശ്വാസിയുമാണ്, ക്രൂരനും കാമാന്ധനുമാണ്. നീ എന്തു ചെയ്യാൻ പോകുന്നു? നിന്റെ പോക്ക് എവിടെ ചെന്ന് അവസാനിക്കും? എൻ്റെ വിചാരങ്ങൾ, ആശയങ്ങൾ നിനക്ക് നല്ലപോലെ അറിയാം. എന്നിട്ടും നീ ഇങ്ങനെ ചോദിക്കുന്നോ? നീ തനിയെ ചോദിക്കുന്നതല്ല ഇതൊന്നും. നുണ പറയരുത്. എന്നോട് ഇതൊക്കെ പറയാൻ നിന്നെ ആരാണ് അയച്ചത്? തീർച്ചയായും എൻ്റെ അമ്മ ആയിരിക്കില്ല. സഹോദരാ, പറയൂ. എൻ്റെ അപ്പൻ, പിന്നെ ജോസഫും ശിമയോനും. നിന്നെ ഓർത്താണ് അവരിത് പറയുന്നത്. നിന്നോടും മേരിയോടും സ്നേഹമുള്ളതുകൊണ്ടാണ് പറയുന്നത്. നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിനോട് അവർക്ക് യോജിപ്പില്ല. നിന്റെ അമ്മയെ മറന്നു കളയരുതെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. നിന്റെ അഭിപ്രായം എന്താണ്? ഞാൻ സ്വർഗത്തിൽ നിന്നുള്ള സ്വരവും ഈ ലോകത്തിൽ നിന്ന് വരുന്ന സ്വരവും നിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിക്കുകയാണ്. ഘടകവിരുദ്ധങ്ങളായ ദിശകളിലേക്കാണ് ആ സ്വരങ്ങൾ വിളിക്കുന്നത്. പാതാളത്തിൽ നിന്നുള്ള സ്വരം എന്ന് ഞാൻ പറയുന്നില്ല, ലോകത്തിൽ നിന്നുള്ള സ്വരം. ജെയിംസും ഇങ്ങനെ ഒരു ധർമ്മസങ്കടത്തിലാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ലോകത്തിന് ഉപരിയാണ് സ്വർഗം. ലോകത്തിൻ്റെ താല്പര്യങ്ങളെക്കാൾ പ്രധാനം ദൈവത്തിൻ്റെ കാര്യങ്ങളാണ്. നിന്റെ വിചാരങ്ങൾ മാറണം. അത് മാറ്റിയെടുത്താൽ നീ പരിപൂർണത പ്രാപിക്കും. നിന്റെ അമ്മയോ? യൂദാ, ഈ ലോകത്തിൻ്റെ കീഴ്വഴക്കമനുസരിച്ച് എന്നെ തിരിച്ചു വിളിക്കാൻ അവകാശമുള്ള ഒരേ ഒരാൾ എൻ്റെ അമ്മയാണ്. മകൻ എന്ന നിലയിൽ എനിക്കുള്ള ചുമതല നിറവേറ്റണമെന്ന് പറയാൻ അവൾക്കേ അവകാശമുള്ളൂ. പണിയെടുത്ത് അവളെ പുലർത്തുക, അവളെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുക. ഇതെൻ്റെ കടമയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അവൾ അതൊന്നും ആവശ്യപ്പെടുന്നില്ല. ഞാൻ ജനിച്ചപ്പോഴേ അവൾക്കറിയാമായിരുന്നു ഞാൻ കൈവിട്ടു പോകുമെന്ന്. കുടുംബ ബന്ധങ്ങളെക്കാൾ വളരെ വിശാലമായ ഒരു മണ്ഡലത്തിൽ എന്നെ വീണ്ടും കണ്ടെത്തുമെന്നും അവൾക്കറിയാമായിരുന്നു. അന്നു മുതലേ ഇതിന് അവൾ സ്വയം തയ്യാറെടുത്തുകൊണ്ടിരുന്നു. അവൾ സ്വമനസാലെ തന്നെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ചു. ഇതിൽ പുതുമ ഒന്നുമില്ല. അവളുടെ അമ്മ അവൾ പുഞ്ചിരിക്കാൻ പഠിക്കുന്നതിന് മുമ്പ് തന്നെ അവളെ ദൈവാലയത്തിൽ കാഴ്ചവെച്ചു. മഞ്ഞുകാലത്തെ ദീർഘമായ സായാഹ്നങ്ങളിൽ എന്നെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മ തൻ്റെ ബാല്യകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ എത്രയോ തവണ അയവിറക്കിയിട്ടുണ്ട്. നക്ഷത്രങ്ങൾ തിളങ്ങുന്ന വേനൽക്കാല രാവുകളിലും ആ കഥകൾ എന്നെ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്. അവൾ ജനിച്ചപ്പോൾ തന്നെ സ്വയം ദൈവത്തിന് കാഴ്ചവെച്ചു. ഞാൻ ജനിച്ചപ്പോൾ അവൾ ഈ സമർപ്പണം ഒന്നുകൂടി പുതുക്കി. എല്ലാവരും എന്നെ ഉപേക്ഷിക്കുന്ന ഒരു സമയം വരും. അത് ഏതാനും നിമിഷത്തേക്ക് മാത്രമായിരിക്കും. എല്ലാവരെയും ഭീരുത്വം കീഴ്പ്പെടുത്തും. എന്നെ ഒരിക്കലും അറിയാതിരുന്നെങ്കിൽ ജീവഭയം കൂടാതെ കഴിയാമായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നും. എന്നാൽ അവൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അവൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. അവൾക്ക് എല്ലാം അറിയാം. അവളുടെ അചഞ്ചലവും സ്നേഹനിർഭരവുമായ വിശ്വാസം നിങ്ങളെ അവളിലേക്ക് ആകർഷിക്കും. അവൾ നിങ്ങളെ എൻ്റെ അടുത്തേക്ക് നയിക്കും. കാരണം ഞാൻ എൻ്റെ അമ്മയിലും എൻ്റെ അമ്മ എന്നിലും ഉണ്ട്. ഞങ്ങളാകട്ടെ ദൈവത്തിലാണ്. നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ഈ ലോകത്തിൻ്റെ രീതിയിൽ
എൻ്റെ ബന്ധുക്കളായിട്ടുള്ളവരും ആത്മീയമായ രീതിയിൽ എൻ്റെ സ്നേഹിതരും മക്കളുമായി തീരുന്ന നിങ്ങളും ഇത് മനസ്സിലാക്കണം. നിങ്ങൾക്കാർക്കും എൻ്റെ അമ്മ ആരാണെന്ന് അറിഞ്ഞുകൂടാ. അറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ അവളെ പഴിക്കുമായിരുന്നില്ല. എന്നെ പറഞ്ഞാൽ കേൾപ്പിച്ച് വളർത്താതിരുന്ന അവൾക്കെതിരെ പിറുപിറുക്കുമായിരുന്നില്ല. നേരെ മറിച്ച് ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതയായും നിത്യപിതാവിൽ നിന്നും അവളുടെ പ്രിയപുത്രനിൽ നിന്നും എല്ലാ അനുഗ്രഹങ്ങളും നേടിത്തരാൻ കഴിവുള്ള പ്രതാപമേറിയ ഒരു സ്ത്രീയായും അവളെ കാണുമായിരുന്നു. ഞാൻ തീർച്ചയായും കാനായ്ക്ക് വരുന്നുണ്ട്. അമ്മയെ സന്തോഷിപ്പിക്കണം. കല്യാണ വിരുന്നിന് ശേഷം നിങ്ങൾക്കിത് കുറെ കൂടി ഭംഗിയായി മനസ്സിലാകും. ഈശോ സംസാരിക്കുന്നത് ഗാംഭീര്യം തുടിക്കുന്ന സ്വരത്തിലാണ്, ആർക്കും വിശ്വാസം തോന്നുന്ന സ്വരത്തിൽ. യൂദ ഈശോയെ സൂക്ഷിച്ചു നോക്കുന്നു. അവൻ ചിന്താമഗ്നനാണ്. യൂദ പറഞ്ഞു, ഞാനും തീർച്ചയായും നിന്നോടൊപ്പം വരുന്നുണ്ട്. ഇവരെപ്പോലെ തന്നെ എന്നെ നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ. നീ പറയുന്നതാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെയും എൻ്റെ സഹോദരന്മാരുടെയും അന്ധതയ്ക്ക് മാപ്പ് തരൂ. ഞങ്ങളെക്കാളെല്ലാം വളരെയധികം ഹൃദയശുദ്ധിയുള്ളവനാണ് നീ. എന്നെ അറിയാത്തവരോട് എനിക്ക് യാതൊരു വിരോധവുമില്ല. എന്നോട് വിരോധം വച്ച് പുലർത്തുന്നവരോടും എനിക്ക് വിരോധമില്ല. സഹതാപമുണ്ട്. എന്തെന്നാൽ അവർ അവരെ തന്നെ ദ്രോഹിക്കുകയാണ്. നിന്റെ ആ സഞ്ചിയിൽ എന്താണ്? നിന്റെ അമ്മ തന്നയച്ച ഒരു ഉടുപ്പ്. നാളെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. അതിഥികളുടെ ഇടയ്ക്ക് നല്ല ഉടുപ്പിടാതെ അവളുടെ മകൻ ഈശോ ഒറ്റപ്പെട്ടു പോകരുതല്ലോ. അവൾ ദിവസവും രാവിലെ തൊട്ട് ഏറെ ഇരുട്ടുന്നതുവരെ അധ്വാനിച്ചിട്ടാണ് ഇത് തീർത്തെടുത്തത്. മേലങ്കി തീർക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ വക്കത്തുള്ള തുന്നൽപ്പണി തീർന്നിട്ടില്ല. തീർക്കാത്തതിൽ അവൾക്ക് വളരെ വിഷമമുണ്ട്. അത് സാരമില്ല, നാളത്തേക്ക് ഇത് മതി. പുതിയ മേലങ്കി ജെറുസലത്ത് ചെല്ലുമ്പോൾ ഉപയോഗിക്കാം. ഒരു കല്യാണ വിരുന്നിനേക്കാൾ എത്രയോ വലുതാണ് ദൈവാലയ സന്ദർശനം. മേരിക്ക് വലിയ സന്തോഷമായിരിക്കും. രാവിലെ കാനായ്ക്ക് പുറപ്പെടണമെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങണം. നിലാവ് ഉദിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കായൽ കടക്കാൻ നല്ല രസമായിരിക്കും, പത്രോസ് പറഞ്ഞു. എന്നാൽ നമുക്ക് പോകാം. ജോൺ വരൂ, നീയും എൻ്റെ കൂടെ വരികയാണ്. ശിമയോൻ പത്രോസേ, ജെയിംസേ, ആൻഡ്രൂ, ഞാൻ ഇറങ്ങട്ടെ. സാബത്തിൻ്റെ അന്ന് വൈകുന്നേരം കഫർനാമിൽ വെച്ച് നമുക്ക് കാണാം. സ്ത്രീയെ, ഞാൻ ഇറങ്ങുന്നു. നിനക്കും നിന്റെ കുടുംബത്തിനും സമാധാനം. ഈശോ യൂദായോടും ജോണിനോടുമൊപ്പം പുറത്തേക്ക് പോയി. തടാകത്തിൻ്റെ കരയിൽ എത്തും വരെ പത്രോസും അവരുടെ കൂടെ പോയി. വള്ളം കരയിൽ നിന്ന് വിട്ടുപോകാൻ വേണ്ട സഹായം അവൻ ചെയ്തു കൊടുത്തു. ദർശനം ഇവിടെ അവസാനിക്കുന്നു. ഈശോ പറഞ്ഞു, ഈ പുസ്തകം ചിട്ടയായി ക്രമപ്പെടുത്തുമ്പോൾ കാനായിലെ കല്യാണ വിരുന്നിൻ്റെ ദർശനം ഇവിടെ ചേർക്കണം. തീയതിയും കാണിക്കണം. 1944 ജനുവരി 16.